നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തവരാണോ? EMI അടച്ചടച്ച് മടുത്തിരിക്കുന്നവരാണോ? എൻ്റെ കയ്യിൽ ഒരു ഉഗ്രം മാർഗമുണ്ട്. നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന ലോണിൻ്റെ EMI ആണ് ആ ബാങ്കിൻ്റെ ലാഭം. നിങ്ങൾ ഹൗസിംഗ് ലോൺ അടയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ ഒരു ഭാഗം മുഴുവനുമായിരിക്കും ബാങ്കിലേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേറെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ മുടങ്ങാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഓർത്ത് ടെൻഷൻ അടിച്ച് നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളൊരു ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ EMIയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ 30 ലക്ഷം രൂപയാണ് ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിന് 8% ബാങ്കിൽ പലിശ കൊടുക്കേണ്ടത്. അതും 20 വർഷം കൊണ്ടാണ് അടയ്ക്കേണ്ടത്. ഇത് ആകെ മൊത്തം അടച്ചു വരുമ്പം 60 ലക്ഷം രൂപയാകും. അതായത് 30 ലക്ഷം രൂപ നമുക്ക് ബാങ്ക് തന്നതും 30 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ നിന്ന് ബാങ്കിന് കൊടുത്തതുമായിട്ടുള്ള പലിശ. പക്ഷേ ഈ 30 ലക്ഷം രൂപ ബാങ്കിന് അടയ്ക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ആ വഴിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ ബാങ്കിൽ കൊടുക്കുന്ന 30 ലക്ഷം രൂപയുണ്ടല്ലോ, ഈ 30 ലക്ഷം രൂപയുടെ 0.1% എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ്. ഈ 3000 രൂപ വേറെ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ട് 20 വർഷത്തേന് നിക്ഷേപിക്കുകയാണെങ്കിൽ കോമ്പൗണ്ടിങ്ങിലൂടെ നിങ്ങൾക്ക് 20 വർഷം കഴിഞ്ഞാൽ 30 ലക്ഷം രൂപ തിരിച്ച് കയ്യിൽ വരും. അതായത് നിങ്ങൾ ബാങ്കിൽ നിന്ന് എത്ര രൂപയാണ് എടുത്തത് അതിൻ്റെ 8% അടക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ എത്ര രൂപയാണ് എടുത്തത് ആ തുക മാത്രം അടച്ചാൽ മതി, അതും 20 വർഷം കൊണ്ട്. നിങ്ങളിങ്ങനെ ലോൺ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ വെറുതെ പലിശ കൊണ്ട് ബാങ്കിൽ അടച്ച് ബുദ്ധിമുട്ടണ്ട. സോ ഫിനാൻഷ്യൽ പ്ലാൻ മേക്ക് യു റിച്ച്.